പാർലമെന്റ് അതിക്രമത്തിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഷാ ഡൽഹിയിൽ വെച്ചാണ് പിടിയിലായത്. അതിനിടെ പാർലമെന്റിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മതിച്ചു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേർന്നു. വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുഖ്യ ആസൂത്രകന്റെ പിടിയിലാവലാണ്. അദ്ദേഹം പിടിയിലായതാണ്. എങ്ങനെയായിരുന്നു പോലീസ് ഇയാളെ കീഴടക്കിയത്? വിവരങ്ങൾ എങ്ങനെ? അസുത, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ലളിത് ഝായുടെ എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുഗ്രാമിലെ വസതിയിലടക്കം കൃത്യമായിട്ടുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അല്പം മുന്നെയാണ് ലളിത് ഝാ ഇത്തരത്തിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില സൂചനകൾ പുറത്തു വരുന്നത് ലളിത് ഝാ ഇത്തരത്തിൽ പിടിയിലായതല്ല, പോലീസിന് മുന്നിൽ കീഴടങ്ങിയതാണ് എന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ലളിത് ഝായെ ദില്ലിയിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു, പിടികൂടുകയായിരുന്നു എന്നതാണ് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പാർലമെന്റിലെ ഈ സുരക്ഷാ വീഴ്ചയിൽ ആദ്യമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഈ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, അതായത് അമിത്ഷാ തന്നെ സമ്മതിച്ചിരിക്കുന്നത് പാർലമെന്റിൽ നടന്നിരിക്കുന്നത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് പാർലമെന്റിൽ നടന്നിരിക്കുന്നത് എന്നതാണ്. പക്ഷേ ഇന്ന് ലോക്സഭയും രാജ്യസഭയൊക്കെ ചേർന്ന സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് തുറന്നു സമ്മതിക്കാൻ കേന്ദ്രമന്ത്രിമാരടക്കം തയ്യാറായിരുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അതായിരിക്കണം. ഇപ്പോൾ വിഷ്ണു തന്നെ പറഞ്ഞതുപോലെ ഇന്ന് പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ ഇരു സഭയിലും ഉണ്ടാകുന്നു. കേന്ദ്രമന്ത്രിമാർ ഇത്തരത്തിലൊരു വീഴ്ച സംബന്ധിച്ചില്ല എന്നത് മാത്രമല്ല, അമിത്ഷാ പ്രസ്താവന നടത്താൻ തയ്യാറാവണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതുമില്ല. എന്നാൽ അതിനൊക്കെ പിന്നാലെ ഒരു മാധ്യമത്തിൽ അമിത്ഷാ ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അസുത, തീർച്ചയായിട്ടും. കാരണം ഇന്ന് ഇരു സഭകളും ചേർന്നപ്പോൾ മുതൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവന നടത്തണമെന്നതായിരുന്നു. പക്ഷെ അത് ലോക്സഭ അധ്യക്ഷനും അതോടൊപ്പം തന്നെ രാജ്യസഭാ അധ്യക്ഷനും പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വലിയ തരത്തിലൊരു പ്രതിഷേധം ഇരു സഭകളിലും അരങ്ങേറിയത്. അതോടൊപ്പം തന്നെ ഇന്ന് ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. പാർലമെന്റ് നിലവിൽ വന്നതു മുതൽ തന്നെ ഇത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേപ്പർ വലിച്ചെറിയുക, അതോടൊപ്പം തന്നെ ഈ സന്ദർശക ഗാലറിയിൽ ഉള്ള ആളുകൾ അകത്തേക്ക് ചാടിക്കയറുക, അത്തരത്തിൽ നിരവധി ഇൻസിഡന്റുകൾ, സംഭവങ്ങൾ ഈ ഒരു പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായത് ഈ കാലയളവിലെല്ലാം തന്നെ ഉണ്ടായതുപോലൊരു സംഭവം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വലിയ സുരക്ഷാ വീഴ്ചയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഈ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അമിത്ഷാ അല്പം മുന്നെയാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അമിത്ഷാ തുറന്ന് സമ്മതിക്കുമ്പോൾ പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും നടന്നത് നമ്മൾ കണ്ടതാണ്. കാരണം ഈ വിഷയത്തിൽ, അതായത് പാർലമെന്റിൽ നടന്ന സുരക്ഷാ വീഴ്ചയിൽ കൃത്യമായിട്ടൊരു ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ടും. ശരി വിഷ്ണു, ദയവായി തുടരുക. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച പാർലമെന്റിൽ ഉണ്ടായി എന്ന് സമ്മതിച്ചത്. അമിത്ഷായുടെ പ്രതികരണം കേട്ട ശേഷം വിഷ്ണുവിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരാം. देखिए, ये बड़ा गंभीर मसला है और लोकसभा अध्यक्ष जी ने इसका गंभीर संज्ञान लिया है. विपक्ष इस पर राजनीति कर रहा है. मैं ऐसा नहीं कह रहा कि इसमें कहीं ना कहीं कोई चूक नहीं हुई. चूक निश्चित हुई, तभी तो घटना हुई है, परंतु इस पर राजनीति करे. सबको मालूम है कि पार्लियामेंट सिक्योरिटी लोकसभा अध्यक्ष के तहत रहती है. अध्यक्ष जी ने भारत सरकार के गृह मंत्रालय को एक पत्र लिखा है, हमने एक कमेटी बनाई है
देश के सीनियर मोस्ट डीजीपी में से एक डीजीपी के नेतृत्व में एक कमेटी बनी है और उसमें ढेर सारी एजेंसियों के सदस्य भी है। कुछ ही दिनों में इसकी रिपोर्ट अध्यक्ष जी के पास जाएगी और मुझे लगता है अध्यक्ष जी ही इसको प्रकाशित करे ज़्यादा उचित है। ऐसी जितनी भी घटनाएं हुई, करीब करीब 40 घटनाएं हुई, जिसमें पर्चा डालने से लेकर, नारा लगाने से लेकर, पिस्तौल लेकर अंदर आ जाना, सदन के अंदर कूद जाना, ये तक की घटनाएं हुई और हर बार लोकसभा अध्यक्ष ने ही इसका संज्ञान लिया है और अध्यक्ष जी ने एक कमेटी बनाकर इसकी जांच करी है। വിഷ്ണു, പാർലമെന്റിൽ പ്രതിഷേധം ഇതിനു മുൻപും ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു BJP MPയുടെ പാസ് ഉപയോഗിച്ച് അക്രമികൾ പാർലമെന്റിലേക്ക് കടക്കുന്ന സംഭവം അസാധാരണമാണ്. ആ വിഷയത്തിൽ അമിത്ഷാ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്താൻ തയ്യാറാകുന്നുണ്ടോ? അച്യുത, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. കാരണം BJP MP ആയിട്ടുള്ള പ്രതാപ് സിംഹയുടെ പാസുമായിട്ടാണ് ഈ അക്രമികൾ പാർലമെന്റിൽ സന്ദർശകരായി അകത്തേക്ക് കയറുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കളർ സ്പ്രേയുമായിട്ട് ഇവർ സഭയ്ക്കകത്തേക്ക് ചാടിക്കയറുന്ന അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയം ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രതാപ് സിംഹയ്ക്കെതിരെ കൃത്യമായിട്ട് നടപടി വേണം എന്നതാണ് പ്രതിപക്ഷം ശക്തമായി തന്നെ പാർലമെന്റിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മെഹുവ മൊയ്ത്രയെ കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ നിന്നും മെഹുവ മൊയ്ത്രയുടെ അംഗത്വം റദ്ദാക്കിയ ഒരു നടപടി, പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ഒരു നടപടി നമ്മൾ കണ്ടത്. അത് മെഹുവ മൊയ്ത്രയ്ക്ക് പകരം ഈ ചോദ്യത്തിന് കോഴ വാങ്ങി എന്നൊരു ആരോപണത്തിന് പുറത്താണ് ഇത്തരത്തിൽ മെഹുവ മൊയ്ത്രയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് സഭ നീങ്ങിയത്. പക്ഷേ അപ്പോൾ പോലും ഇത്തരത്തിൽ ഒരു BJP MPയുടെ പാസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്രമി സഭയ്ക്കകത്ത് കയറിയിട്ട് ആ BJP MPക്കെതിരെ, അംഗത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം ഉയർന്നു വരുമ്പോൾ പോലും BJP അല്ലെങ്കിൽ കേന്ദ്രം, ഒരു ഭരണപക്ഷം അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ ലഘൂകരിക്കാനായിട്ടുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് അമിത്ഷായുടെ വാക്കുകളും പ്രസക്തമാകുന്നത്. അതായത് സഭയിലുണ്ടായത് വലിയ തലത്തിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്ന് അമിത്ഷായ്ക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിനോടകം തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്തെഴുതിയിരുന്നു. ഈ സുരക്ഷാ വീഴ്ചയിൽ കൃത്യമായിട്ടൊരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്തെഴുതി. അതനുസരിച്ചുകൊണ്ട് ഉന്നതതല അന്വേഷണ സംഘത്തെ ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഓം ബിർളയ്ക്ക് കൈമാറുമെന്നും അദ്ദേഹം തന്നെ ലോക്സഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതുമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ പോലും തുടക്കത്തിൽ അമിത്ഷാ ഈ ഒരു ഗൗരവതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ ഒരു സുരക്ഷാ വീഴ്ചയെ ലഘൂകരിക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത്. അസുത, ശരി. വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്. വ്യക്തമാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സമ്മതിക്കുന്നു. അതേസമയം പാർലമെന്റിലെ അതിക്രമ കേസിൽ മുഖ്യ ആസൂത്രകൻ പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട്.